നിന്ന് ദൃശ്യമാകുന്ന ഗ്രഹങ്ങളിൽ ചൊവ്വ എപ്പോഴും വ്യത്യസ്തമാണ്. നൂറ്റാണ്ടുകളായി ആകാശ നിരീക്ഷകരുടെ കണ്ണുകളെ ചൊവ്വ എന്ന ചുവന്ന ഗ്രഹത്തിന്റെ തിളക്കം ആകർഷിച്ചിട്ടുണ്ട്. കാലങ്ങൾക്കിപ്പുറവും വിദൂരവും നിശബ്ദവും വിചിത്രവുമായി തുടരുകയാണ് ചൊവ്വയിലെ കാണാക്കാഴ്ചകൾ. അസ്വസ്ഥമായ പൊടിക്കാറ്റുകൾ, വരണ്ട താഴ്വരകൾ, മഞ്ഞുമൂടിയ കാറ്റുകൾ, അങ്ങനെ പലതും കൊണ്ട് ചൊവ്വ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ അറിയും തോറും ചൊവ്വ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൊവ്വയെക്കുറിച്ചുള്ള ചില ആശ്ചര്യകരമായ കാര്യങ്ങൾ അറിയാം. ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിലുള്ള ദൂരം ഒരുപോലെയല്ല. രണ്ട് ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും വിശാലമായ ഓവൽ ആകൃതിയിലുള്ള പാതകളിലൂടെ സഞ്ചരിക്കുന്നു. ആ പാതകളിൽ അവയുടെ സ്ഥാനം എവിടെയാണ് എന്നതിനെ ആശ്രയിച്ച് ഗ്രഹങ്ങൾ കൂടുതൽ അടുക്കുകയോ അകലുകയോ ചെയ്യുന്നു. മിക്കപ്പോഴും ചൊവ്വ സൂര്യനിൽ നിന്ന് ഏകദേശം 227 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. എന്നാൽ ചിലപ്പോൾ ആ ദൂരം ഏകദേശം 54 ദശലക്ഷം കിലോമീറ്ററായി ചുരുങ്ങാം. ഓരോ 26 മാസത്തിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചൊവ്വയിലേക്കുള്ള യാത്രാ സമയം എത്ര എന്നതിന് കൃത്യമായ ഒരു ഉത്തരമില്ല. അത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് ബഹിരാകാശ പേടകത്തിന്റെ വേഗത, വിക്ഷേപണ ജാലകം, തിരഞ്ഞെടുത്ത വഴി എന്നിങ്ങനെ. സാധാരണയായി ചൊവ്വയിലെത്താൻ 6 മുതൽ 9 മാസം വരെ സമയമെടുക്കും. എന്നാൽ 1969 നടന്ന ദൗത്യമായ മൗരിനർ വെറും 128 ദിവസങ്ങൾക്കുള്ളിൽ ചൊവ്വയിലെത്തിയിരുന്നു. ഇന്നും നിലനിൽക്കുന്ന ഒരു റെക്കോർഡാണിത്. 1965 ജൂലൈ 14-15 തീയതികളിൽ നാസയുടെ മാരിനർ 4 ചൊവ്വയെ ആദ്യമായി വിജയകരമായി കടന്നുപോയി. 1971 നവംബർ 14 ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ മറ്റൊരു ഗ്രഹത്തെ പരിക്രമണം ചെയ്ത ആദ്യത്തെ ബഹിരാകാശ പേടകമായി മാരിനർ 9 മാറി. ഫോബോസും ഡീമോസും എന്ന പേരിൽ ചൊവ്വയ്ക്ക് 2 ചെറിയ ഉപഗ്രഹങ്ങളുണ്ട്. അവ ചെറുതും കൂടുതൽ പരുക്കനായതും ക്രമരഹിത ആകൃതിയിലുള്ളതുമാണ്. ഫോബോസിന് ഏകദേശം 11 കിലോമീറ്റർ വീതിയുണ്ട്. അതേസമയം ഡീമോസിന് 8 കിലോമീറ്റർ വീതിയാണുള്ളത്. 1877 അസാഫ് ഹാൾ എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഈ ഗ്രഹങ്ങൾ കണ്ടെത്തിയത്. ചൊവ്വയിലെ സമയം, അതായത് സോൾ എന്നറിയപ്പെടുന്ന ഒരു മുഴുവൻ ദിവസം 24 മണിക്കൂർ 39 മിനിറ്റ് 35 സെക്കൻഡ് നീണ്ടു നിൽക്കും. അത് ഭൂമിയിലെ ഒരു ദിവസത്തേക്കാൾ അല്പം കൂടുതലാണ്.